ജോബ് ഹണ്ടറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി വേക്കൻസിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയിട്ടാണ് നിയമിക്കുന്ന ആളുകളെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്നൊരു ലൈക്കും ഒരു കമൻറ്റ് കൂടി ഒന്ന് നൽകാൻ ശ്രമിക്കുക. നമ്മുടെ ഈ പോസ്റ്റ് പറയുന്നത് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനിലേക്ക് റിസോഴ്സ് പേഴ്സണിനെ നിയമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്രൊഫഷണൽ ബിരുദമാണ്, അല്ലെങ്കിൽ ബിരുദം സാമ്പത്തിക വിഷയങ്ങളിൽ പരിശീലനം നടത്തേണ്ട ആളുകളാണ്. അതായത് BComോ BBA MCom MBA എന്നിവ പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. മുൻഗണന ഉള്ളത് എന്താ വെച്ചാൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയം 5 വർഷം അല്ലെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഓരോ ഗ്രേഡ് നൽകുന്നുണ്ട്. അതായത് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്രേഡ് 5 വർഷത്തെ പ്രവൃത്തി പരിചയം D ഗ്രേഡാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നൽകുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതിൽ ഭാഷാ പ്രാവീണ്യം, ഇംഗ്ലീഷ് ഭാഷ എഴുതാനും വായിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാകും. കൂടാതെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന അപേക്ഷാർത്ഥികളിൽ നിന്നും സംസ്ഥാന മിഷൻ മുഖേന നടത്തുന്ന എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ അതുപോലെ ഗ്രൂപ്പ് ചർച്ച അല്ലെങ്കിൽ അഭിമുഖം എന്നിവയിൽ നിന്നും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. അതുപോലെ അത് ഈ ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇവരെ ഉത്തരവാദിത്തങ്ങൾ എന്ന് വെച്ചാൽ CLF തലത്തിൽ അടിസ്ഥാന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നുള്ള പിന്തുണ നൽകുക, ഫണ്ടുകളുടെ സമാഹരണം, രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ്, സാമ്പത്തികം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മേഖലകളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അതുപോലെ CDS കമ്മിറ്റി അംഗങ്ങൾക്കും ADS കമ്മിറ്റി അംഗങ്ങൾക്കും അയൽക്കൂട്ട അംഗങ്ങൾക്കും വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺമാരുടെ സേവനങ്ങൾക്കുള്ള ഹോണറേറിയാണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഉൾപ്പെടെ താമസിച്ച് പരിശീലനം നടത്തുന്നു, എഴുത്ത് ശില്പശാലയിൽ പങ്കെടുക്കുന്നു, ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് നൽകുന്നു 2000 രൂപ. അപ്പോൾ അതിങ്ങനെ എക്സെട്ര ഓരോന്നിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ഈ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് എന്താ വെച്ചാൽ, കാരണം ഈ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്ത പരിചയമുള്ള ആളുകൾക്കാണ് ഇതിൽ കൂടുതൽ സാധ്യത ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ മേഖലകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ കുടുംബശ്രീക്കാരുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ സേവനവും പൂർത്തീകരിച്ച ശേഷം പ്രസ്തുത സേവനത്തിന്റെ ക്ലെയിമുകൾ അതായത് നമ്മൾ എന്ത് വർക്കാണെങ്കിലും അതിന്റെ ക്ലെയിമുകൾ എന്ത് ചെയ്യണം, CDSലോ അല്ലെങ്കിൽ ജില്ലാ മിഷനിലും അയക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണ് പരമാവധി 3 CDSകളുടെ പരിശീലന ചുമതലയും ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടിങ്, അതായത് ഒരു റിസോഴ്സ് പേഴ്സൺ RPക്ക് എന്ത് ചെയ്യുക 3 CDSകളുടെ ചുമതലയും കാര്യങ്ങളാണ് നൽകുന്നുണ്ടാകുക. അപ്പോൾ അതിലാണ് ഇവർക്ക് വർക്കും കാര്യങ്ങളും വരുന്നുണ്ടാകുക. അത്യാവശ്യം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും കാര്യങ്ങളുമാണ്, സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പറ്റുന്ന പോസ്റ്റ് തന്നെയാണത്. BCom അല്ലെങ്കിൽ MCom ഒക്കെ ഉള്ള ആളുകളാണ്, ചുമ്മാ വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. പ്രവൃത്തി പരിചയ നിർബന്ധം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറ്റുന്ന ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക. ഫീസും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല അപ്ലൈ ചെയ്യാനുള്ളത്. അതിനെക്കുറിച്ചൊന്നും കാര്യങ്ങൾ കാണുന്നില്ല. അപ്പോൾ പറ്റുന്നവരെന്ത് ചെയ്യുക, ഇതിൻ്റെ അപേക്ഷ ഫോം ജില്ലാ മിഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അവിടുന്ന് അപേക്ഷ ഫോം വാങ്ങിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് ജില്ലാ മിഷനിൽ ഓഫീസ് ഉണ്ടായിരിക്കും കുടുംബശ്രീയുടെ, അവിടുന്ന് അപ്ലൈ ചെയ്ത് വാങ്ങുക. ഈ ഒരു PDF ആവശ്യമുള്ളവർ ചോദിക്കുക, നമ്മൾ അത് അയച്ചു തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.